അടുത്ത രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തുകയാണോ രാഹുൽ ഗാന്ധി എന്ന ചോദ്യങ്ങൾ ശക്തം. വോട്ട് ചോരിക്ക് ശേഷം മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ പിന്നാലെയാണ് രാഹുൽ. സർക്കാരും ഉപരാഷ്ട്രപതിയും തമ്മിൽ എന്തെങ്കിലും ചേർച്ചക്കുറവുണ്ടോ എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കളി നടക്കില്ല. ഉപരാഷ്ട്രപതിയായിരിക്കെ ജഗ്ദീപ് ധൻഖറെ ഒരു തരത്തിലും വകവയ്ക്കാത്ത രാഹുൽ ഗാന്ധിക്ക് ഇനി ധൻഖറിന്റെ പേരിൽ സർക്കാരിനെ അപമാനിക്കണം എന്നതാണ് ലക്ഷ്യം. ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയായിരിക്കെ പാർലമെന്റ് പ്രവർത്തനങ്ങളെ അനാവശ്യമായി തടസ്സപ്പെടുത്തിയിരുന്ന രാഹുൽ ഗാന്ധിയും കൂട്ടരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. തുടർച്ചയായി വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് ചേരുന്ന ദിവസങ്ങളിൽ ഫലപ്രദമായി സമയം ചിലവഴിക്കുന്നതിന് പകരം അനാവശ്യ വിവാദമുണ്ടാക്കി സഭാ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നു രാഹുൽ ഗാന്ധി. മറ്റു പ്രതിപക്ഷ എംപിമാരും ആ രീതിയിൽ തന്നെയാണ് രാഹുലിനൊപ്പം നിന്നത്. എന്നാൽ ആ ദിവസങ്ങളിൽ സഭാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും വിഷമിക്കുന്ന ജഗ്ദീപ് ധൻഖറും അതിനെതിരെ പലപ്പോഴും അധിക പ്രസംഗങ്ങൾ നടത്തി വാക്കൌട്ട് നടത്തുന്ന രാഹുൽ ഗാന്ധി TV ചാനലുകളിലെയും പത്രങ്ങളിലെയും സ്ഥിരം കാഴ്ചയായിരുന്നു. G20 വേദിയുടെ അധ്യക്ഷ പദവി ഇന്ത്യക്ക് ലഭിച്ച ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി വിദേശത്ത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇന്ത്യ വിരുദ്ധ NGO സംഘടിപ്പിച്ച ചർച്ചയിൽ ഇന്ത്യക്കെതിരെ അധിക്ഷേപമുയർത്തി.